പുസ്തകം എഴുതുക ഇതിനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പേര് ഒരുപാട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. ഇത്തരത്തിലുള്ള പാർട്ടിയിൽ നിന്ന് പുറത്തായിട്ടുള്ള ആളുകൾ പുസ്തകങ്ങൾ എഴുതുകയും ആ പുസ്തകങ്ങൾ എഴുതിയതിന് ശേഷം പിന്നീട് അവർക്ക് തെറ്റാണെന്ന് തോന്നുകയും തിരിച്ച് പാർട്ടിയിൽ വരികയും ചെയ്തു. ഇന്ന് ജീവിച്ചിരിക്കുന്ന സഹാക്കൾ പല ആളുകളും പാർട്ടി സസ്പെൻഷൻ നേരിട്ടുള്ളവരാണ്, പാർട്ടി നടപടി എടുത്തിട്ടുള്ളവരാണ്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് ഒരു കാലയളവ് കഴിഞ്ഞിട്ട് പിന്നീട് തിരിച്ചു വന്നിട്ടുള്ളവരും ധാരാളം പേരുണ്ട്. അതുകൊണ്ട് ഇതൊരു ജനാധിപത്യമായ ഒരു പാർട്ടിയാണ്, ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ഒരാൾ ഒരു കുറ്റാരോപിതനായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തിന് നടപടിയെടുത്ത് പുറത്താക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. അതിന് വിശദീകരണം ചോദിക്കുക, അതിന് സസ്പെൻഷൻ നടപ്പിലാക്കുക, സസ്പെൻഷൻ കാലയളവിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്ന് നോക്കുക, അതിനുശേഷം മാത്രമേ ഉള്ളൂ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞ ഏറ്റവും അങ്ങേയറ്റത്തെ ഒരു കർമ്മം നിർവഹിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു സിസ്റ്റം. ആ രീതിയിൽ തന്നെയാണ് തുടരുന്നത്. അല്ലാതെ പത്മകുമാറിന് ഒരു നിയമം, വേറൊരാൾക്ക് മറ്റൊരു നിയമം, ഗൗരിയമ്മയ്ക്ക് വേറൊരു നിയമം, എം വി രാഘവന് മറ്റൊരു നിയമം എന്നൊന്നുമില്ല. എല്ലാവർക്കും നിയമം ഒരുപോലെ തന്നെയാണ്. പാർട്ടി അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് ഒരുപോലെ തന്നെയാണ്. അതിനകത്ത് എത്ര വലിയ ലീഡറാണെങ്കിലും എത്ര കുഞ്ഞു ലീഡറാണെങ്കിലും എത്ര പാർട്ടി മെമ്പറായാലും അങ്ങനെ തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അല്ല പത്മകുമാറിന് എന്തോ പ്രത്യേകതയുണ്ടെന്നോ പത്മകുമാർ എന്തെങ്കിലും പിന്നെ ചില മമ്മൂട്ടിയുടെ ഒരു സിനിമയിൽ പറയുന്ന കണക്കല്ലേ തള്ളെ കലിപ്പ് തീരുന്നില്ലല്ലോ എന്ന് രാജമാണിക്യ സിനിമയിൽ പറയുന്നുണ്ട്. അതുപോലെ ചില കോൺഗ്രസ്സുകാരുടെ കലിപ്പ് ഇതുവരെ ഭരണം കിട്ടിയിട്ടും കലിപ്പ് തീരുന്നില്ല. ചുമ്മാതെ പിണറായി വിജയനെ രണ്ട് തെറി പറഞ്ഞുകൊണ്ടിരിക്കണം. അത് പണ്ട് ഒരു 10 വർഷമായിട്ട് ഇങ്ങനെ വിളിച്ച് ശീലിച്ചതുകൊണ്ട് അങ്ങനെ അറിയാതെ വന്നു പോകുന്നതാണ്.